മണിപ്പൂർ കലാപത്തിൽ കേന്ദ്ര സർക്കാരും മണിപ്പൂർ സർക്കാരും കാണിക്കുന്ന നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗിൻ്റെ യുവജന പ്രസ്ഥാനമായ യൂത്ത് ലീഗ് നടത്തിയ റാലിയിൽ വംശീയ ഉന്മൂലനം ധ്വനിപ്പിക്കുന്ന മുദ്രാവാക്യം മുഴക്കി ലീഗ് സംഘടനകൾ ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. വിവാദ മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത യൂത്ത് പ്രവർത്തകനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പുറത്താക്കിയെങ്കിലും ലീഗിനെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ നടക്കുന്ന കലാപം പ്രധാനമായും ക്രൈസ്തവരായ കുക്കി വിഭാഗങ്ങളും ഹൈന്ദവ ഭൂരിപക്ഷമായ മെയ്തൈ വിഭാഗങ്ങളും തമ്മിലാണ്. അതിൽ കൂടുതൽ നഷ്ടങ്ങളും ആളപായങ്ങളും ഉണ്ടായിട്ടുള്ളത് കുക്കി വിഭാഗത്തിനാണെന്നതും മണിപ്പൂർ സർക്കാരോ കേന്ദ്ര സർക്കാരോ ഈ കലാപം അടിച്ചമർത്താൻ മെനക്കെടാതെ നിസ്സംഗത കാട്ടി എന്നതും പച്ച പരമാർത്ഥമാണ്. അതോടൊപ്പം തന്നെ വംശീയ കലാപത്തിൻ്റെ മറവിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വർഗീയതയുടെ കറുത്ത കരങ്ങളും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന പലരും ഈ അവസരം ദുരുപയോഗിച്ച് വൻ വർഗീയ ധ്രുവീകരണത്തിലേക്കും മതവിദ്വേഷത്തിലേക്കും നയിക്കുന്ന രീതികൾ അവലംബിക്കുന്നതായി കാണുന്നു. ഈ സംഘർഷത്തെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമായി ചിത്രീകരിക്കുകയും ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും ഉള്ളിലേക്ക് അത്തരത്തിലുള്ള തെറ്റായ ആശയങ്ങൾ കുത്തിവെക്കുവാൻ തീവ്രമായി അവർ അഭിലഷിക്കുന്നതായും കണ്ടുവരുന്നു. മണിപ്പൂർ പ്രതിഷേധങ്ങൾ ഹൈന്ദവ സമൂഹത്തോടോ ക്രൈസ്തവ സമൂഹത്തോടോ വെറുപ്പും വിദ്വേഷവും ജനിപ്പിക്കുവാനുള്ള അവസരമായി പലരും കാണുന്ന രീതി ശരിയല്ല. അവർ ആര് തന്നെ ആയാലും അവർ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികളാണ്. ഇത്തരത്തിൽ ശത്രുതാ മനോഭാവം പുലർത്തിയുള്ള ഒരു നീക്കങ്ങളോടും ക്രൈസ്തവ ഹൈന്ദവ സമൂഹം യോജിക്കുന്നില്ലെന്ന് മാത്രമല്ല, ക്രൈസ്തവ സമുദായത്തിൻ്റെ പേരിലുള്ള അത്തരം വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളിൽ നിന്നും മുതലെടുപ്പിൽ നിന്നും ഈ സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്മാറേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ സമൂഹത്തിലെ എല്ലാ സമുദായങ്ങളോടും മികച്ച സൗഹാർദ്ദം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ക്രൈസ്തവർ. നാളിതുവരെ ക്രൈസ്തവ സമൂഹം കാത്തു സൂക്ഷിച്ച അത്തരം നിലപാടുകൾക്ക് തുടർന്നും മാറ്റമുണ്ടാവുകയില്ല. അതുകൊണ്ട് ആരും ക്രൈസ്തവ പീഡനത്തിൻ്റെ പേരും പറഞ്ഞ് സമുദായ സൗഹാർദ്ദം തകർക്കാനും വർഗീയ ധ്രുവീകരണത്തിനും ശ്രമിക്കേണ്ട. അത്തരം നീക്കങ്ങളോട് സഭാ നേതൃത്വത്തിനോ ക്രൈസ്തവ സമൂഹത്തിനോ തെല്ലും താല്പര്യമില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. തങ്ങളുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ആ മുദ്രാവാക്യം വിളിയെന്ന് സമ്മതിച്ച് ആ വ്യക്തിയെ മുസ്ലിം ലീഗ് പുറത്താക്കിയത് നല്ല കാര്യം തന്നെ. എന്നാൽ ക്രൈസ്തവ ഹൈന്ദവ സമൂഹത്തോട് വംശഹത്യാ ഭീഷണി ഉയർത്തി ആലപ്പുഴയിൽ കഴിഞ്ഞ വർഷം കേട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ അരി മലർ കുന്തിരിക്കം മുദ്രാവാക്യത്തിന് തത്തുല്യമായ ഈ വിവാദ മുദ്രാവാക്യം ഒരു പ്രവർത്തകൻ വിളിച്ചു പറയാനും അണികളിൽ പലരും അത് ഏറ്റുപറയാനും ഇടയായ സാഹചര്യങ്ങൾ അവർ തിരിച്ചറിയേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം തീവ്ര ആശയങ്ങൾ പേറുന്നവർ കൂട്ടമായി ലീഗിൽ കുടിയേറിയിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിലെ എല്ലാ സമുദായങ്ങളെയും സഹോദരങ്ങളായും ദൈവത്തിൻ്റെ മക്കളായും കാണുന്നവരാണ് ക്രൈസ്തവർ. അതിനാൽ പ്രധാനമായും ക്രൈസ്തവ സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മണിപ്പൂർ വിഷയത്തിൽ പോലും ക്രൈസ്തവ വിരുദ്ധമായ പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ ഇതുവരെ ക്രൈസ്തവ സമൂഹം ചെയ്തിട്ടില്ല. തുടർന്നും ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകൂ. അതിനിടയിൽ കയറി ക്രൈസ്തവ സമൂഹത്തെ മുൻനിർത്തി മണിപ്പൂർ വിഷയത്തിൽ ഹീനമായ രാഷ്ട്രീയ വർഗീയ അജണ്ടകൾക്ക് ക്രൈസ്തവ സമൂഹത്തെ ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കാതിരിക്കാൻ ക്രൈസ്തവ സമൂഹം ജാഗ്രത പുലർത്തണം എന്ന് ഓർമ്മിപ്പിക്കുന്നു.